എരുമേലി ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ എരുമേലി പ്രാന്തപ്രദേശങ്ങൾ ഇല്ലാതായി എരുമേലിയുടെ സമീപ പ്രദേശങ്ങൾ കൂടി മറ്റ് പഞ്ചായത്തുകളിലോ ബ്ലോക്കുകളിലോ ജില്ലാ പഞ്ചായത്തുകളിലോ ലയിക്കുന്നതിനുള്ള ഒരു പ്രതിഷേധമാണ്. അതിനുവേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത്. എരുമേലി വിമാനത്താവളം വരുന്ന ഏരിയകൾ മുഴക്കനാട്, ചെറുവള്ളി, ചേനപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം എരുമേലി ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡിൽ നിന്ന് മാറ്റി അത് കാഞ്ഞിരപ്പള്ളി സബ് ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഞാൻ ഈ യോഗത്തിൽ പറയുന്നത്. ആദ്യം തന്നെ എരുമേലിക്ക് പ്രാന്തപ്രദേശങ്ങളില്ല. എരുമേലിയുടെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ KSRTC മുതൽ പലയിടം വരെയുള്ള സ്ഥലങ്ങൾ കൂടി എരുമേലിയുടെ അധീനതയിൽ നിന്ന് അല്ലെങ്കിൽ എരുമേലിയിൽ നിന്ന് മാറുന്ന ഒരു ദുരവസ്ഥയാണ് കാണുന്നത്. ഇത് വളരെ ദുരൂഹമായ ഒരു കാര്യമാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് പറയേണ്ടി വരും. എരുമേലി വിമാനത്താവളം അടങ്ങുന്ന സ്ഥലങ്ങൾ മറ്റൊരു സ്ഥലത്തെ സബ് ഡിവിഷനിലേക്ക് പോകുമ്പോൾ എരുമേലിക്കുണ്ടാകുന്ന ക്ഷീണത്തെപ്പറ്റി ബോധവാന്മാരാക്കുന്നതിനും അതിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്, ഇതിനകത്ത് ഒരു കാര്യം കൂടെ. എന്നാൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലേക്ക് മൂക്കമ്പെട്ടി, കാണമല, എരുത്താപ്പള്ളിക്ക് അപ്പുറമുള്ള സ്ഥലങ്ങൾ, ഏഞ്ചൽ വാലി തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി ചേർത്ത് കോരുത്തോട് സബ് ഡിവിഷനിലേക്ക് ജയിക്കുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. അവിടെയുള്ള ദൂരെയുള്ള 20 കിലോമീറ്റർ ദൂരെയുള്ള അവർക്കൊക്കെ എരുമേലി വരുന്നതിന് പകരം കോരുത്തോട്ടിൽ ആകുന്നതിന് ഭാവിയിൽ വില്ലേജും പഞ്ചായത്തും കോരുത്തോടിലേക്ക് ലയിപ്പിച്ചാൽ അത് വളരെ ഉചിതകരമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇതെന്തായാലും എരുമേലി KSRTC ബസ് സ്റ്റേഷൻ മുതൽ ഉള്ള സ്ഥലങ്ങൾ എരുമേലിയുടെ മേഖലയിൽ നിന്ന് മാറ്റി മറ്റൊരു മേഖലയിലേക്ക് ആക്കുന്നത് ശരിക്കും ശരിയല്ലാത്തൊരു നടപടിയാണ്. ഇതിനെ പൂർണ്ണമായിട്ടും എതിർക്കുക ചെയ്യും. ഇപ്പം തന്നെ നിലവിൽ മണങ്ങല്ലൂര്, കൊരട്ടി, പൂവാമൊഴി, വെൺകുറിഞ്ഞി, കണ്ണിമല തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ മറ്റ് പലവിധ പഞ്ചായത്തുകളിലായതിനാലും ഈ എരുമേലി ടൗണിനോട് ചേർന്ന് സമീപ പ്രദേശങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് ഭാവിയിൽ ഒരു പഞ്ചായത്തിൻ്റെ രൂപീകരണം വരുമ്പോൾ ഈ പ്രദേശങ്ങൾ കൂടി എരുമേലി പഞ്ചായത്തിൽ ആകുന്നത് പോലെ ആയാൽ അത് വളരെ നന്നായിരിക്കും. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് ഇവിടുത്തെ ഫ്ലൈ ഓവറിനെ പറ്റി. ഈ ഫ്ലൈ ഓവർ അതിൻ്റെ ആവശ്യമില്ല. ഇത് പല MLA-മാരുടെ മുമ്പും ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ അശാസ്ത്രീയമായ ഒരു കാര്യമാണ്. എരുമേലിക്ക് ആവശ്യത്തിനുള്ള റിംഗ് റോഡുകൾ ഇപ്പം നിലവിലുള്ളതിനാൽ ഈ റിംഗ് റോഡുകൾ വികസിപ്പിച്ചാൽ മതി, 2 വേ ആക്കി മാറ്റിയാൽ മാത്രം മതി. അത് ആ ഒരു ഘട്ടത്തിലാണ് കോടികൾ മുടക്കി ഫ്ലൈ ഓവർ പണിത് അത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. എരുമേലിയിലെ പരമ്പരാഗതമായിട്ട് അയ്യപ്പന്മാരുടെ പാത എന്ന് പറയുന്നത് എരുമേലി കവല മുതൽ ക്ഷേത്രം വരെയുള്ള ടെമ്പിൾ റോഡ് തന്നെ. അതിന് ഏത് ഫ്ലൈ ഓവർ വന്നാലും ശരി, അത് അയ്യപ്പ ഭക്തന്മാർക്ക് അവിടെ നിന്ന് ആ തുള്ളൽ അവിടെ നിന്ന് ആ സ്ഥലം മാറ്റാൻ സാധ്യമല്ല. അത് അവരുടെ പരമ്പരാഗതമായ വിശ്വാസമായതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ റോഡ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വാഹന വിമുക്തമാക്കി ഇത് വിശുദ്ധ പാതയാക്കിയതുപോലെ തന്നെ വീണ്ടും അങ്ങനെ പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ എരുമേലി കാഞ്ഞിരപ്പള്ളി റോഡ് സെന്റ് തോമസ് കഴിയുമ്പോൾ നമ്മുടെ TB റോഡ് ആരംഭിക്കുന്ന സ്ഥാനത്ത് ഒരു റൗണ്ടാന പണിത് ഈ TB റോഡിനെ 2 വേ ആക്കി KSRTC പഠിക്കൽ വന്ന് മാർഷൽ മോസ് പാർട്ടിയുടെ ഓഫീസിൽ പഠിക്കപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകോട്ട് സഞ്ചരിച്ച് അവിടെ ഇപ്പം നിലവിൽ ഒരു റോഡ് പൂർത്തിയാകാതുണ്ട്. എന്നാൽ ഒരു പാലവും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലെ കയറി എരുമേലി ഫോർ സ്റ്റേഷൻ്റെ അപ്പുറത്ത് ഈ മെയിൻ റോഡിൽ പ്രവേശിക്കുകയും വെള്ളാവൂരുടെ പഞ്ചായത്തോടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എരുമേലിയായിട്ട് യാതൊരു സാംസ്കാരിക ബന്ധവുമില്ലാത്ത വെള്ളാവൂര് കൂട്ടിച്ചേർത്തിട്ട് എരുമേലിയിലെ ടൗണായ KSRTC ബസ് സ്റ്റേഷൻ മുതലുള്ള വടക്കനാടും ചേനപ്പാടി, ചെറുവള്ളിത്തോട്ടവും, കിഴക്കക്കരയും, പഴയടവും എല്ലാം ഇവിടെ നിന്ന് വിടർത്തുക ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് നമുക്ക് ഒരു കാരണത്താലും അനുവദിക്കാൻ പറ്റുന്നില്ല. വെള്ളാവൂര് എൻ്റെ ആവശ്യമില്ല, വെള്ളാവൂര് വിട്ടുകളയണം. അപ്പോൾ എരുമേലിയുടെ പ്രദേശങ്ങൾ ഒന്നാമത് എരുമേലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാന്തപ്രദേശങ്ങളില്ല. ഈ പ്രാന്തപ്രദേശങ്ങൾ നമ്മുടെ വെൺകുറിഞ്ഞി വരെയും എരുമേലിയിൽ പെടുത്തേണ്ടതാണ്.
പോകാൻ വഴി മണങ്ങല്ലൂരും ഒക്കെ എരുമേലി പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. എരുമേലി പഞ്ചായത്തിലും കീഴിലും ആകേണ്ട കണ്ണിമലയൊക്കെ ആകേണ്ടതാണ്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ വിമാനത്താവളം വന്നാൽ അത് എരുമേലിക്ക് ക്ഷീണമാകരുത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം ദീർഘദൃഷ്ടിയോടെ. കാരണം ഇതിൻ്റെ ഗേറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തിന് അഭിമുഖമായ വരുന്നെങ്കിൽ എരുമേലി പട്ടണത്തെ അത് ബാധിക്കും. ഞാൻ ലോകത്ത് നമ്മളെല്ലാം കണ്ടിരിക്കുന്ന ഏത് എയർപോർട്ടും ഒറ്റ എൻട്രൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി സ്ഥലങ്ങളെല്ലാം വലിയ കോട്ടകൾ കെട്ടി പൊക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ KSRTCക്ക് അപ്പുറത്തെല്ലാം വലിയ കോട്ടകൾ കെട്ടി തിരിച്ചാൽ അത് എരുമേലി പട്ടണത്തെയും എരുമേലിയിലെ വയ്യപ്പ ഭക്തന്മാരെയും അതിൻ്റെ വികസനത്തെയും തടയും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ പ്ലാന് പദ്ധതികൾ, എയർപോർട്ട് അതോറിറ്റിയുടെ പ്ലാനും പദ്ധതികളും ഒക്കെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് പുറത്ത് വിടുമ്പോൾ എരുമേലിക്ക് അഭിമുഖമായിട്ടായിരിക്കണം അതിൻ്റെ എൻട്രൻസ്, അല്ലെങ്കിൽ എരുമേലിക്ക് ക്ഷീണം വരുന്ന പോലെ ആയിരിക്കരുത്. ഇങ്ങനെ ഇത് കോട്ട കെട്ടി ഉള്ളിലായി പോകുന്ന സംവിധാനം, അല്ലെങ്കിൽ എരുമേലിയെ ഒറ്റപ്പെടുന്ന സംവിധാനം വരരുത് എന്ന് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആവശ്യപ്പെടുക. എന്ന് പറയുമ്പോൾ അതൊരു അശാസ്ത്രീയം. വെറും 10 അടി വീതി മാത്രമുള്ള റോഡിന്റെ മുകളിൽ കൂടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അസാന്നിധ്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. 10,000-കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കയറി പോകുന്ന ഒരു സംവിധാനമാണ് ഈ നമ്മുടെ പേട്ടക്കെട്ട് എന്ന് പറയുന്നത്. ആ സ്ഥലത്തെ അതിനെ വളരെയധികം സ്ക്വീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഫ്ലൈ ഓവർ ഒരു കാരണവശാലും എരുമേലി ഈ റോഡിൽ സാധ്യമാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള. ഈ റിംഗ് റോഡുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക് മാറും. അതായത് തൃശ്ശൂർ ടൗൺ മാതിരി വരും നമ്മുടെ ഇവിടുത്തെ റിംഗ് റോഡുകളെല്ലാം റെഡിയാക്കി ടൗണിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അടുത്തുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഇതിൻ്റെ ഭാഗമായിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ അതിനെ മാറ്റിയിട്ട് അതിന് പുറകിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ കണ്ടേക്കാം അവരുടെ മനസ്സിൽ. രാഷ്ട്രീയം കാണണം, പിന്നെ വേറെ പല ചിന്താഗതികളും കണ്ടേക്കാം. അതിനോട് അങ്ങോട്ട് യോജിക്കാൻ പ്രയാസമാണ്. അത് വിപരീതമായിട്ടാണ് ഞാൻ യോജിക്കുന്നത്. 2, ഈ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ ധാരാളം മെച്ചമാക്കാനുള്ള ഒരു സ്ഥലമാണിത്, ആക്കേണ്ട സ്ഥലമാണ്. കാരണം ശബരിമല സീസണിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അവരെ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. അത് യാതൊരു മടിയും കൂടാതെ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ വാസ്തവത്തിൽ കുറേ വർഷങ്ങളായിട്ട് പോലും ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. വഴിയൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴും ഒന്ന് വൃത്തിയാക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഞാൻ താമസിക്കാൻ തുടങ്ങിയത് തന്നെ 60 വർഷത്തിലധികമായി. പക്ഷേ ഞാൻ കാണുന്നത് അവിടെയൊക്കെ ഏതാണ്ട് അത് തന്നെയാണ്. ഒരു ബൈപ്പാസ് മാത്രമാണ്. പക്ഷെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന സ്ഥലത്ത് കണ്ടിട്ടുള്ളത് റിംഗ് റോഡുകൾ. റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് റോഡല്ല, ഇന്നർ റിംഗ് റോഡ്, അടുത്തൂടെ തന്നെ തിരിഞ്ഞു മറിഞ്ഞ് എല്ലാ സ്ഥലവും കവർ ചെയ്യുന്ന റിംഗ് റോഡ്. ഔട്ടർ റിംഗ് റോഡ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലാത്തവർ ആ വഴി കൂടെ പോയിക്കൊള്ളു ചെല്ലേണ്ട സ്ഥലത്ത് ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മറ്റു വഴി കൂടെ പോകത്തക്ക ഔട്ടർ റിംഗ് റോഡിലൂടെ പോകാനും ഇന്നർ റിംഗ് റോഡിലൂടെ ഇവിടെ വരേണ്ട ആവശ്യക്കാരെ പരിസരത്തൊക്കെ എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താലും ഏറ്റവും അനുകൂലമാണ്. അതിന് വിപരീതമായിട്ട് ഇപ്പം ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കി ആൾക്കാരെ അതിലൂടെ മാറ്റിയെടുക്കുക അതൊരിക്കലും യോജിക്കാൻ ഒക്കുന്ന ഒരു കാര്യമില്ല. കാരണം ശബരിമല സീസണിൽ വരുന്ന അയ്യപ്പന്മാർക്ക് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ റോഡ് തന്നെ അവർക്ക് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. നമ്മൾ അവരവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അനുകൂലമായ നടപടികൾ ഗവൺമെൻറ്റും അത് തന്നെ ഭരണകർത്താക്കളും ഒക്കെ സ്വീകരിക്കും. അതാണ് വേണ്ടത്. അവർക്ക് ആ വഴി കൂടെ പോകാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കത്തക്കണം റിംഗ് റോഡുകളും മറ്റു സൗകര്യങ്ങളും ക്രമീകരിച്ച് മറ്റുള്ളവരെ പറഞ്ഞുവിടാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും അനുകൂലമായിട്ട്. നമ്മുടെ ആഗ്രഹം അതാണ്, നമുക്ക് വേണമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൗൺസിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ കൗൺസിലിൻ്റെ ഉദ്ദേശം തന്നെ എരുമേലിയുടെ വികസനത്തിന് അനുവദിച്ചു കിട്ടുന്ന ഫണ്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതികളെ കുറിച്ച് ഞങ്ങൾ വിരോധമുള്ളവരല്ല. ഞങ്ങൾക്ക് പറയാനുള്ള പദ്ധതികൾ ജനോപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കണം. അതാണ് ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നത്. അത് ഏത് മുന്നണി ഭരിച്ചാലും
അവർ വിനിയോഗിക്കുന്ന അവർ അനുവദിച്ച് തരുന്ന ഫണ്ടുകൾ അതിൻ്റെ പദ്ധതികൾ ജനോപകാരപ്രദമായിരിക്കണം. നമ്മുടെ എരുമേലി അയ്യപ്പ ഭക്തന്മാർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലായിരിക്കണം ഈ എയർപോർട്ട് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ കവാടം വരേണ്ടത് എരുമേലി ക്ഷേത്രത്തിന് ആ പ്രദേശത്തേക്ക് നീങ്ങുവാനുള്ളതിന് അത് കാഞ്ഞിരപ്പള്ളിയിലേക്ക് നീങ്ങുന്നു. ഓരോരുത്തരുടെ സാന്നിധ്യം ഉപയോഗിച്ച് അത് കൊണ്ടുപോകുന്ന നടപടിക്രമത്തിന് ശക്തമായി ഞങ്ങൾ നേരിടും, എതിർക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ എയർപോർട്ട് സംബന്ധമായി ഇപ്പോൾ ഈ കവാടം മണിമലയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള വഴിയിലേക്കോ അല്ലെങ്കിൽ മുക്കടയിലേക്കോ മാറ്റിവിടാതെ എരുമേലി ക്ഷേത്രത്തിനോട് ചേർന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്ത് ഈ എയർപോർട്ടിൽ എത്തുവാനും എയർപോർട്ടിൽ നിന്ന് എരുമേലിയിലേക്ക് വരുവാനും ആ സംവിധാനത്തോടു കൂടി കവാടം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.